ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബികോമിലെ 6th സെമസ്റ്റർ ഇൻകം ടാക്സ് ആൻഡ് GSTയിൽ ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങുന്ന ആൻസേഴ്സ് അടങ്ങുന്ന ഓൾറെഡി 2 വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ പാർട്ടാണ്. ഈ ഒരു 3 പാർട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് കൂടി ചേർത്ത് നിങ്ങൾക്ക് 80% എബോ, അതായത് 80 എബോ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതുകൂടാതെ നിങ്ങൾ ആ 2 പ്രോബ്ലംസ് നോക്കിയിട്ട് പോവുക. ടാക്സ് ലയബിലിറ്റിയുടെ, ടോട്ടൽ ഇൻകത്തിൻ്റെയും GTയുടെയും അതുപോലെ തന്നെ ഡിഡക്ഷൻസിൻ്റെ പ്രോബ്ലം നോക്കിപ്പോയാൽ നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 4ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. ആദ്യം GST രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. GST registration means a process by which a taxpayer gets himself registered under GST. After registration, taxpayer obtain a unique identification code from the GST authority. അതായത് GSTയിൽ എന്ത് ചെയ്യാണ്, നമുക്ക് ടാക്സ് അടയ്ക്കാനായിട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ GSTയിൽ രജിസ്ട്രേഷൻ നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? രജിസ്ട്രേഷന് ശേഷം നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു UIN കിട്ടും. ഇത് യൂണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ എക്സാമിന് 2 മാർക്കിന് വാട്ട് ഈസ് UIN എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ എഴുതി വയ്ക്കാം. എന്താണ് UIN എന്ന് പറഞ്ഞാൽ? എന്താ UIN എന്ന് പറയുക? യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് അല്ലെങ്കിൽ യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ GST അതോറിറ്റി. GST കൗൺസിലാണ് നമുക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതോറിറ്റിയാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ GST അല്ലെങ്കിൽ GST ടാക്സ് പേയബിൾ അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു നമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ചോദിച്ചാൽ അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. എന്താണ് GST രജിസ്ട്രേഷൻ എന്നും പഠിക്കാം, അതുപോലെ UIN പഠിക്കാം. അടുത്ത ബെനഫിറ്റ്സ് ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ GST. ഈ GSTയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത്? അതായത് ഗുഡ്സ് ഓർ സർവീസസ് നമുക്ക് ലീഗലായിട്ട് അല്ലേ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും നമുക്കല്ലേ. ഇൻപുട്ട് ടാക്സ് അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. കസ്റ്റമർ ട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാ ബുക്സ് ആൻഡ് റെക്കോർഡ്സുകളും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ബിഡ്സ് ഓർ കോൺട്രാക്ട്, ഗവൺമെൻറ്റിൻ്റെ ലേലം അതുപോലെ കോൺട്രാക്റ്റുകളൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രിവിലേജ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എലിജിബിൾ ടു കളക്ട് ടാക്സ് ഫ്രം പേഴ്സൺ ഹൂം സപ്ലൈസ് മെയ്ഡ്, അതായത് സപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പേഴ്സൺ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ CGST ആക്ട്. CGST ആക്ട് പ്രകാരം ഏതൊക്കെ വ്യക്തികളാണ് GST അടയ്ക്കാൻ അല്ലെങ്കിൽ GSTയുടെ രജിസ്ട്രേഷന് ലയബിൾ ആയിട്ടുള്ള ആളുകൾ? എവറി സപ്ലയർ ഹൂസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ് ₹20 lakhs. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 20 ലക്ഷം രൂപയിൽ കൂടുതൽ അഗ്രിഗേറ്റ് ടേൺ ഓവറുള്ള എല്ലാ സപ്ലയറും GSTയിൽ മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. എവറി പേഴ്സൺ ഹു ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ആൻ എക്സിസ്റ്റിംഗ് ലോ, നിലവിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാൻ ഒരാൾ ലയബിൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ എല്ലാ ടാക്സബിൾ പേഴ്സൺ, ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ എല്ലാ വ്യക്തികളും GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പേഴ്സൺസ് നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ CGST ആക്ട്. CGST ആക്ട് പ്രകാരം ചില ആളുകൾ എന്ത് ചെയ്യണ്ട, GST രജിസ്റ്റർ ചെയ്യണ്ട. അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. Person exclusively engaged in the business of supplying goods or services that are not liable to tax. ടാക്സ് അടയ്ക്കാൻ ലയബിൾ അല്ലാത്ത ആളുകൾ ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്താൽ അവരെന്ത് ചെയ്യേണ്ട, GST രജിസ്റ്റർ ചെയ്യേണ്ട. അതുപോലെ പേഴ്സൺ എക്സ്ക്ലൂസീവ്ലി എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് സപ്ലൈങ് ഗുഡ്സ് ഓർ സർവീസ് ദാറ്റ് ആർ ഹോളി എക്സെപ്റ്റ് ഫ്രം ടാക്സ്. ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ചില സാധനങ്ങളുണ്ടല്ലോ, അതായത് ടാക്സ് ഇല്ലാത്ത സാധനങ്ങൾ അത് വിൽക്കുകയോ അതായത് അത് സപ്ലൈ ചെയ്താൽ അവരും GST രജിസ്റ്റർ ചെയ്യേണ്ട. അതുപോലെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അഗ്രികൾച്ചറിസ്റ്റ്. അത് കൃഷിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടേം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അഗ്രികൾച്ചറിസ്റ്റ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ട. അതുപോലെ തന്നെ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ചില പേഴ്സൺസ് ഉണ്ട്, അവരും എന്ത് ചെയ്യേണ്ട, GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ട. അപ്പം അത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി ടൈപ്സ് ഓഫ് രജിസ്ട്രേഷൻ ആണ്. അതിൽ ആദ്യത്തെയാണ് കമ്പൽസറി രജിസ്ട്രേഷൻ കേട്ടോ. It is a registration to be done by the supplier who comes under the categories mentioned in the GST Act. GST ആക്ടിൽ പ്രത്യേകം കുറച്ച് ആളുകളെ പറയുന്നുണ്ട്. ആ സപ്ലയർ അല്ലെങ്കിൽ ആ ഗുഡ്സോ സർവീസസ് സപ്ലൈ ചെയ്യുന്ന ആളുകൾ മസ്റ്റായിട്ടും കമ്പൽസറി ആയിട്ടും GSTയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം. അവരെയാണ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്സ് ഓഫ് രജിസ്ട്രേഷനെയാണ് കമ്പൽസറി രജിസ്ട്രേഷൻ എന്ന് പറയുക. ഈ കമ്പൽസറി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇനി ഇൻട്രസ്റ്റ് ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ കമ്പൽസറി ആവശ്യമാണ്. ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സണിൽ വല്ലപ്പോഴും ബിസിനസ് ചെയ്യുന്ന ഒരു ഒക്കേഷണലി അണ്ടർടേക്ക് ദ ബിസിനസ് അവർ മസ്റ്റായിട്ടും GST രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ റിവേഴ്സ് ചാർജിൽ ടാക്സ് അടയ്ക്കുന്ന ആളുകൾ, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ, ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിലെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി ടാക്സ് അടയ്ക്കുന്ന ആളുകൾ, ഇവരൊക്കെ മക്കളെ മസ്റ്റായിട്ടും GSTയിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളുകളാണ് കേട്ടോ. അപ്പോൾ കമ്പൽസറി രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളുകളാണെന്ന് ചോദിച്ചാൽ ഇവരുടെ പേര് എഴുതുക. അടുത്ത 2ാമത്തെ ടൈപ്സ് ഓഫ് രജിസ്ട്രേഷൻ ആണ് വളണ്ടറി രജിസ്ട്രേഷൻ.
വളണ്ടറി രജിസ്ട്രേഷൻ ഈസ് എ സെൽഫ് രജിസ്ട്രേഷൻ ബൈ ദ സപ്ലയർ റെസ്പെക്റ്റീവ് ഓഫ് ദ ത്രഷോൾഡ് ലിമിറ്റ്. ചില ആളുകളുടെ അഗ്രഗേറ്റ് ചെയ്യണ അവർ 20 ലക്ഷം രൂപയിൽ മുകളിലല്ലെങ്കിലും ചില ആളുകൾക്ക് സ്വമേധയാ ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, GST രജിസ്ട്രേഷൻ എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള രജിസ്ട്രേഷനെയാണ് വളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്താൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാവേണ്ടത്, അല്ലാണ്ട് വെറുതെ ഒരാൾ പോയിട്ട് 20 ലക്ഷം രൂപ പോലും ടേൺ ഓവർ ഇല്ലാതെ GST രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? യെസ്, അതായത് കസ്റ്റമേഴ്സിനുള്ള ട്രസ്റ്റ് അല്ല, കസ്റ്റമറിന് ആ ഒരു വിശ്വാസം വർദ്ധിക്കും. കാരണം നികുതി വെട്ടിക്കുന്നില്ല, കൃത്യമായിട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ ഇൻട്രസ്റ്റേറ്റ് സെയിൽസുകളൊക്കെ വളരെ എളുപ്പത്തിൽ നടത്താനായിട്ട് പറ്റും. ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. കളക്ട്, അതായത് ലീഗൽ നിയമപരമായിട്ടുള്ള രീതിയിലാണ് നികുതി കളക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. ടാക്സ് ഇൻവോയ്സ് ശരിയായ രീതിയിൽ ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എൻജോയ് ചെയ്യുക. അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കേട്ടോ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ആണ് സുവോ മോട്ടോ രജിസ്ട്രേഷൻ. സുവോ മോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ കണക്ഷൻ വിത്ത് എനി സർവേ, ഇൻസ്പെക്ഷൻ ഓർ എൻക്വയറി അണ്ടർ ദ ആക്ട്, അതായത് GST ആക്ട് പ്രകാരം എന്താണ്, സർവേയിലൂടെയോ ഇൻസ്പെക്ഷനിലൂടെയോ എൻക്വയറിയിലൂടെയോ ഒരാൾ GSTയിൽ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആണ് എന്ന് പ്രോപ്പർ ഓഫീസർ കണ്ടെത്തി. അണ്ടർ ദ ആക്ട് ഹാസ് ഫെയിൽ ടു ഡു ദാറ്റ്, പക്ഷേ അയാൾ എന്ത് ചെയ്തിട്ടില്ല, GST രജിസ്റ്റർ ചെയ്തിട്ടില്ല. സച്ച് ഓഫീസർ മേ ഇഷ്യൂ രജിസ്ട്രേഷൻ ടു സെറ്റ് പേഴ്സൺ ഓൺ എ ടെമ്പററി ബേസിസ് ആൻഡ് ഇഷ്യൂ ആൻ ഓർഡർ ഇൻ ദ ഫോം ഓഫ് GST REG 12. അപ്പോൾ അതായത് ഇപ്പം ഞാൻ GSTയിൽ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. കാരണം എൻ്റെ ടേൺ ഓവർ 20 lakhs എബോവ് ആണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്ന് സർവേയിലൂടെയോ ഇൻസ്പെക്ഷനിലൂടെയോ എൻക്വയറിയിലൂടെയോ പ്രോപ്പർ ഓഫീസർ കണ്ടെത്തുകയും എന്നിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യും, ഒരു ടെമ്പററി ബേസിസിൽ GST രജിസ്ട്രേഷൻ എടുക്കുകയും ചെയ്യും. അതിനെയാണ് സുവോ മോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുക. അത് ഡീംഡ് രജിസ്ട്രേഷൻ ഉണ്ട്. അണ്ടർ GST ലോ there is a provision of deemed approval of fresh registration and amendment of registration in case the departmental officer fails to take any action on a taxpayers applicable within the prescribed period. ഒരു പ്രിസ്ക്രൈബ്ഡ് പീരീഡിൽ ഡീംഡ് ചില ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ്, ഫ്രഷ് ആയിട്ട് ചെയ്ത രജിസ്ട്രേഷൻ പോലെ അത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഡീംഡ് അപ്രൂവൽ എടുത്തുകൊണ്ട് ചെയ്യുന്ന രജിസ്ട്രേഷനാണ് ഡീംഡ് രജിസ്ട്രേഷൻ. ഇനി രജിസ്ട്രേഷൻ്റെ GST രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സ് ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഏത് ഫോമാണോ നോക്കുക, അതായത് REG 1 ആണോ REG 2 ആണോ, അങ്ങനെ GSTയുടെ ഫോം നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. എന്നിട്ട് പാൻ കാർഡ്, അതായത് നമുക്ക് പാൻ കാർഡ് അറിയാമല്ലോ, അത് ഇമെയിൽ ID, ഫോൺ നമ്പർ ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം പാൻ ID, മെയിൽ ID ഒക്കെ നമ്മൾ മൊബൈൽ നമ്പറൊക്കെ OTP വഴി വെരിഫൈ ചെയ്യുക. ഒരു ടെമ്പററി ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ നമ്മൾ സെൻഡ് ചെയ്യുക. അതിനുശേഷം പാർട്ട് B കംപ്ലീറ്റ് ചെയ്യുക. ഇത് എല്ലാ റെഫറൻസും കൃത്യമാണോ നോക്കിയതിന് ശേഷം പാർട്ട് B, ഇത് ഇതുവരെ പറഞ്ഞത് പാർട്ട് A ആണ്. പാർട്ട് B GST 01 എന്ന് പറയുന്ന ഫോമിലെ പാർട്ട് B നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, സപ്പോർട്ടിങ് ചില ഡോക്യുമെൻറ്റുകളുണ്ട്, അതൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുക. ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക വിത്തിൻ 3 days കേട്ടോ. എന്നാണ് ആപ്ലിക്കേഷൻ കൊടുത്ത് വിത്തിൻ 3 days നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് റെസ്പോൺസ് നോക്കുക. 7 daysനുള്ളിൽ നമുക്ക് എന്താണ്, അതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇതാണ് അതിൻ്റെ GSTയുടെ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സ് കേട്ടോ. ഇനി GSTയുടെ ക്യാൻസലേഷൻ്റെ സ്റ്റെപ്സ്, അല്ലെങ്കിൽ ക്യാൻസലേഷൻ എങ്ങനെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ദ പ്രോപ്പർ ഓഫീസർ മേ ക്യാൻസൽ GST രജിസ്ട്രേഷൻ ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ക്യാൻസലേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം പ്രോപ്പർ ഓഫീസർ താഴെ പറയുന്ന രീതിയിൽ വേണം ക്യാൻസൽ ചെയ്യാൻ. ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ബിസിനസ് ഡിസ്കണ്ടിന്യൂ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് നോക്കണം. അതിനുശേഷം സാധാരണഗതിയിൽ താഴെ പറയുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ഒന്നില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹം വന്നു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, GSTയിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. രണ്ടാമത് ബിസിനസ്സിൻ്റെ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. അല്ലെങ്കിലോ ലയബിലിറ്റി, നമ്മുടെ ടാക്സ് അടയ്ക്കാൻ ഇപ്പോൾ ലയബിൾ അല്ല, അതായത് നമ്മുടെ ടേൺ ഓവർ ചിലപ്പോൾ 20 lakhs എബോവ് ഇല്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് പ്രകാരം എന്താണ്, ഡീംഡ് ആയിട്ട് ചില ആളുകൾക്ക് എന്ത് ചെയ്യണം, ക്യാൻസലേഷൻ വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ രീതിയിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ ഒക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം കേട്ടോ. ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി റിവോക്കേഷൻ, ക്യാൻസൽ ചെയ്ത് നമുക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ടുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ. ക്യാൻസലേഷൻ ഓർഡർ നമുക്ക് എന്നാണോ കിട്ടിയത് അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, cancellation revocate ചെയ്യാം. The proper officer can revoke the cancellation of registration within another period of 30 days from the date of application. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ പ്രോപ്പർ ഓഫീസറിന് എന്ത് ചെയ്യാം, ഈ ക്യാൻസലേഷൻ നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റും.
റിവോക്കേഷൻ ഓഫീസർ ഹാസ് റൈറ്റ് ടു റിജക്ട് എ റിവോക്കേഷൻ ഇഫ് ദ റിക്വയർമെൻറ്റ് ആർ നോട്ട് മെറ്റ്. അതായത് റിക്വയർമെൻറ്റ് അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഈ പ്രോപ്പർ ഓഫീസറിന് എന്ത് ചെയ്യാം, ഈ ഒരു റിവോക്കേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. ഇനി എന്താണ് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്? 2 മാർക്കിന് ചോദിക്കാം. ഇറ്റ് ഇസ് എ വാലിഡ് ഡോക്യുമെൻറ്റ് ഫോർ പ്രൂഫ് ഓഫ് ബീങ് രജിസ്റ്റേർഡ് അണ്ടർ ദ GST ലോ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ GST നിയമപ്രകാരം ഒരാൾ രജിസ്റ്റർ ചെയ്തു എന്നതിനുള്ളൊരു തെളിവാണ് ഏത്, ഒരു പ്രൂഫ്, ഒരു ഡോക്യുമെൻ്റ് ആണ് ഏത്, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇനി ആരാണ് GST പ്രാക്ടീഷണർ? It means any person who has been approved under Section 48 to act as such practitioner. He assists and facilitate complaints under GST system. GST system പ്രകാരം അസിസ്റ്റ് ചെയ്യുകയും അതുപോലെ GST എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള സെക്ഷൻ 48 പ്രകാരം അപ്രൂവൽ കിട്ടിയിട്ടുള്ള വ്യക്തിനെയാണ് നമ്മൾ GST പ്രാക്ടീഷണർ എന്ന് പറയാം കേട്ടോ. അയാളുടെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുക, മന്ത്ലി റിട്ടേൺ, ക്വാർട്ടർലി റിട്ടേൺ, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ ഒക്കെ ചെയ്യുക, അതുപോലെ ഡെപ്പോസിറ്റ്, അതായത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക, റീഫണ്ട് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള അധികാരം, അമെൻമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യുക, ഫർണിഷ് ചെയ്യുക, ഇ വേ ബില്ലിൻ്റെ ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്യുക, ചലാൻ്റെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രാക്ടീഷണറുടെ GST പ്രാക്ടീഷണറുടെ റോൾ എന്ന് പറയുന്നത്. ഈ GST പ്രാക്ടീഷണറുടെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഇത് തന്നെ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു നമ്മുടെ GSTയിൽ വരുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സുകളാണ്. ഒന്ന് ടാക്സ് ഇൻവോയ്സ്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഷാൽ ബി ഇഷ്യൂഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഓൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. ടാക്സ് അടയ്ക്കേണ്ട വല്ല സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്താൽ രജിസ്റ്റേർഡ് പേഴ്സൺ ഇഷ്യൂ ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റാണ് ടാക്സ് ഇൻവോയ്സ്. ഈ ടാക്സ് ഇൻവോയ്സിൻ്റെ കണ്ടൻറ്റ് ചിലപ്പോൾ ചോദിക്കാം. ടാക്സ് ഇൻവോയ്സിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, വാല്യൂ, ടാക്സ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് റെസിപ്പിയൻ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് സപ്ലയർ, ഇതൊക്കെ ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടാവും. അതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമ്മൾ അടച്ചു, അല്ലെങ്കിൽ ഗുഡ്സ് ഓർ സർവീസ് ഇത്ര രൂപയുടെ സാധനങ്ങൾ നമ്മൾ കൊടുത്തു എന്നുള്ളത് തെളിവാണ്. ഇറ്റ്സ് എവിഡൻസ് ആണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് അഡ്രസ് ഓഫ് ഡെലിവറി അല്ലേ. ഒരു ഗുഡ്സ് നമ്മൾ ഡെലിവറി ചെയ്യണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഗുഡ്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഇത് വേണം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ഇത് വേണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കേട്ടോ. അതിൻ്റെ കണ്ടൻറ്റ് വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് രജിസ്റ്റേർഡ് സപ്ലയർ, GSTN നമ്പർ ഉണ്ടായിരിക്കും, സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടായിരിക്കും, നെയിം ആൻഡ് അഡ്രസ് ഓഫ് റെസിപ്പിയൻ്റ്, HSN കോഡ് ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, ഗുഡ്സിൻ്റെ സ്വഭാവം, എത്ര അളവിലുള്ള ഗുഡ്സ് ആയിരുന്നു, വാല്യൂ ഓഫ് ഗുഡ്സ്, അതുപോലെ ടാക്സബിൾ വാല്യൂ, എമൗണ്ട് ഓഫ് ടാക്സ്, സിഗ്നേച്ചർ, ഇതെല്ലാം നമ്മുടെ ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടായിരിക്കും. ടൈപ്സ് ഓഫ് ടാക്സ് ഇൻവോയ്സിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. ബിൽ ഓഫ് സപ്ലൈ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അഗ്രിഗേറ്റ് ഇൻവോയ്സ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. എന്താണ് ബിൽ ഓഫ് സപ്ലൈ നോക്കാം. ബിൽ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതും ഇതുപോലെ തന്നെ ഒരു ഡോക്യുമെൻ്റ് ആണ്. ബട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ടാക്സ് എമൗണ്ട്. ഇതിനകത്ത് ടാക്സ് എമൗണ്ട് ഉണ്ടായിരിക്കില്ല കേട്ടോ. സെല്ലർ ഈസ് നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ് ഓൺ ദ സപ്ലൈസ് മെയ്ഡ്. സപ്ലൈസ് ടൈമിൽ സെല്ലറിന് ടാക്സ് അടയ്ക്കാൻ എലിജിബിൾ അല്ലെങ്കിൽ അവർക്ക് ബിൽ ഓഫ് സപ്ലൈ, അതായത് സാധാരണ കോമ്പോസിഷൻ സ്കീമില്ലേ, ആ സ്കീമുകാരാണ് ഈ ഒരു ബില്ല് എന്ത് ചെയ്യുക, ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ ബിൽ ഓഫ് സപ്ലൈയുടെ പോലെ തന്നെ ഇൻവോയ്സ് കം ബിൽ ഓഫ് സപ്ലൈ ഉണ്ട്, റെസീറ്റ് വൗച്ചർ ഉണ്ട്, റീഫണ്ട് വൗച്ചർ ഉണ്ട്, ക്രെഡിറ്റ് നോട്ട്. ഈ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് വരാറുണ്ട്. ഈ ക്രെഡിറ്റ് നോട്ട് ഈസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ ഇൻ ഫോളോയിങ് കേസസ്. ഒന്ന്, സപ്ലൈസ് ആർ റിട്ടേൺഡ് ഓർ ഫൗണ്ട് ടു ബി ഡെഫിഷ്യൻറ്റ് ബൈ ദ റെസിപ്പിയൻറ്റ്, അതായത് നമ്മൾ വിറ്റ ആളില്ലേ, ആ ആൾ ഗുഡ്സ് നമ്മൾ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ഈ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. ഇവിടെ ടാക്സബിൾ വാല്യൂ കുറയും, കാരണം തിരിച്ചു വരില്ല. അപ്പോൾ ടാക്സബിൾ വാല്യൂ കുറയും. GST എന്ന് പറയുന്ന ആ ഒരു ചാർജ് അതും കുറയും. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ വാങ്ങിയ സാധനം, പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ തിരിച്ചു കൊടുക്കില്ലേ, സപ്ലയർ വാങ്ങിയ ആൾ തിരിച്ചു കൊടുക്കുന്നതാണ് ഏത്, ഡെബിറ്റ് നോട്ട് കേട്ടോ. ഇറ്റ്സ് ബൈ ദ സപ്ലയർ ആണ് കേട്ടോ. ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ ആണ്. അതും ഓർത്ത് വയ്ക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്രെഡിറ്റ് നോട്ടിൻ്റെ ഡെബിറ്റ് നോട്ടിൻ്റെ കണ്ടൻറ്റ് കോമൺ ആയിട്ട് പഠിച്ചു വയ്ക്കുക. നെയിം, അഡ്രസ് അത് മറ്റേ തന്നെ എഴുതിയാൽ മതി. ടാക്സ് ഇൻവോയ്സിൽ വരുന്ന അതേ കണ്ടൻറ്റ് തന്നെയാണ്, അത് തന്നെ സെയിം തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഡിഫറൻസ്. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എമൗണ്ട് ആണ്, ക്രെഡിറ്റ് നോട്ട് ഒരു ക്രെഡിറ്റ് എമൗണ്ട് ആണ്. ഇത് ക്രെഡിറ്റ് നോട്ട് വെച്ച് നമുക്ക് എന്ത് എക്സ്ചേഞ്ച് ചെയ്യാം. ഇതാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ഫോർ ഡെബിറ്റ് നോട്ട്. ഇത് റിസീവർ കിട്ടാനുള്ള പൈസ കുറയാണ് ചെയ്യുക. അവിടെയാണ് കിട്ടാനുള്ള പൈസ എന്താണ്, കൊടുക്കാനുള്ള പൈസ കുറയാണ് കേട്ടോ. ഓർത്തിരിക്കും. ഇത് എഫക്റ്റ് ഈസ് മിനിമൈസേഷൻ ഇൻ അക്കൗണ്ട്സ് പേയബിൾ ആണ് കേട്ടോ. മറ്റേത് അക്കൗണ്ട്സ് റിസീവബിൾ ആണ്. പിന്നെ ടൈപ്സ് ഓഫ് റിട്ടേൺ, ഇത് GST റിട്ടേൺ ആണ്, ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. എക്സാമിന് എപ്പോഴും വരാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിട്ടേൺ ചോദിച്ചാൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് എഴുതേണ്ടത് കേട്ടോ. അതായത് ബില്ലേറ്റർ റിട്ടേൺ, റിവൈസ് റിട്ടേൺ, അതൊക്കെ ഇല്ലേ, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് GST റിട്ടേൺ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ റിട്ടേൺ എഴുതണം. ഫസ്റ്റ് റിട്ടേൺ, ആനുവൽ റിട്ടേൺ ഒക്കെ. ഫസ്റ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്താണ് ഫോർ ദ പീരീഡ് ബിറ്റ്വീൻ ദ ഡേറ്റ്സ് ഓൺ വിച്ച് ഹി ബിക്കംസ് ലയബിൾ. GST രജിസ്ട്രേഷൻ പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലയബിൾ ആണെങ്കിൽ അയാൾ ചെയ്യുന്ന ആദ്യത്തെ റിട്ടേൺ ആണ് ഫസ്റ്റ് റിട്ടേൺ. ആനുവൽ റിട്ടേൺ എന്ന് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ
എൻഡിങ്ങിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം നമ്മൾ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ ചെയ്യുന്ന റിട്ടേൺ ആണ് ആനുവൽ റിട്ടേൺ. ഈ ഫൈനൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is returned to be furnished by every registered person whose registration has been cancelled. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതിന് ശേഷം ഓരോ രജിസ്റ്റേർഡ് പേഴ്സണും ചെയ്യേണ്ട റിട്ടേൺ ആണ് ഫൈനൽ റിട്ടേൺ. ഇറ്റ് ഈസ് ടു ബി ഡൺ വിത്തിൻ ദ 3 months ഓഫ് ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ചെയ്ത് വിത്തിൻ 3 months നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ റിട്ടേൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ടാക്സ് റിട്ടേൺ അണ്ടർ ജി എസ് ടി ആണ്. ജി എസ് ടി നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യുക ഇലക്ട്രോണിക്കലി ആണ് കേട്ടോ. മോഡ്സ് എങ്ങനെയൊക്കെ നമുക്ക് ജി എസ് ടി റിട്ടേൺ ചെയ്യാം, ഒന്ന് ഓൺലൈൻ പോർട്ടൽ വഴിയോ ഓഫ്ലൈൻ വഴിയോ അല്ലെങ്കിൽ ജി എസ് ടി സുവിധ പ്രൊവൈഡേഴ്സ് വഴിയൊക്കെ നമുക്ക് ജി എസ് ടി റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ടൈപ്സ് ഓഫ് ജി എസ് ടി റിട്ടേൺ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ആനുവൽ റിട്ടേണും ഫൈനൽ റിട്ടേണും പുറമേ നമ്മൾ ആ ഫോമും കൂടി ചെയ്താൽ GSTR1 ചിലപ്പോൾ എക്സാമിന് 2 മാർക്കിന് ചോദിക്കാം GSTR1 എന്താണ്. അത് ഔട്ട്വേർഡ് സപ്ലൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് GSTR1. അത് മന്ത്ലി ആണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. തൊട്ടടുത്ത മാസം 10-ാം തീയതി ആണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരിക കേട്ടോ. അത് GSTR2 ഇൻവേർഡ് സപ്ലൈ, മറ്റേത് ഔട്ട്വേർഡ് ആണെങ്കിൽ ഇത് ഇൻവേർഡ് ആണ് കേട്ടോ. ആദ്യത്തെയാണ് ഔട്ട്വേർഡ്, ഓർത്ത് വയ്ക്കുക. GSTR2 ഇൻവേർഡ് സപ്ലൈ ആണ്, അത് മന്ത്ലി റിട്ടേൺ ആണ്. അത് തൊട്ടടുത്ത മാസം 15-ാം തീയതി ആയിരിക്കും ഡ്യൂ ഡേറ്റ് വരിക. ഇനി 3B ഉണ്ട്. 3B എന്ന് പറഞ്ഞാൽ സമ്മറി ഓഫ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ, രണ്ടിൻ്റെ ഒരു സമ്മറിയാണ് കേട്ടോ. GSTR4 എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ സ്കീമിൽ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരില്ലേ, അതായത് ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യുന്ന ആളുകൾ, അവർ GSTR4 റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ് ജി എസ് ടിയിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് GSTR5. ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്നത് GSTR6. അതുപോലെ തന്നെ TDS ഒക്കെ വരില്ലേ, അതായത് ഇപ്പോൾ സാലറി കൊടുക്കുക, അങ്ങനെ TDS ഒക്കെ വരുന്ന രീതിയിൽ വരുന്ന ഇൻകം ആണെങ്കിൽ GSTR7 റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ TCS കളക്ഷൻ ഓഫ് ടാക്സ് വരികയാണെങ്കിൽ GSTR8. 9 ആനുവൽ റിട്ടേൺ. 9B ആനുവൽ റിട്ടേൺ പോലെ തന്നെ വരുന്നതാണ്. അതും അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അടുത്ത ഫൈനൽ റിട്ടേൺ GSTR10 കേട്ടോ. നമ്മൾ രജിസ്ട്രേഷനൊക്കെ ചെയ്തതിന് ശേഷം ക്യാൻസലേഷൻ ചെയ്തതിന് ശേഷം വിത്തിൻ 3 months നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഫൈനൽ റിട്ടേൺ, അത് ചെയ്യേണ്ടത് GSTR10. അടുത്ത നമ്മുടെ 5-ാമത്തെ മൊഡ്യൂളാണ് മൊഡ്യൂൾ 5. അതിൽ കുറച്ച് തിയറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ITC എന്ന് ചോദിക്കാം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ITC എന്നായിരിക്കും ഷോർട്ടാക്കി ചോദിക്കുക കേട്ടോ. ITC എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങുമ്പോൾ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ബ്രീഫായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക, 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ITC നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാമെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, CGSTയുടെ എമൗണ്ട് വെച്ച് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ CGST വെച്ച് തന്നെ സെറ്റ് ഓഫ് ചെയ്യുന്നത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ CGSTയുടെ ടാക്സ് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, CGSTയുടെ എമൗണ്ട് വെച്ച് തന്നെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ SGST ആണെങ്കിലോ SGSTയും വെച്ച് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ IGSTയും വെച്ച് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അതിനാണ് CGST കേട്ടോ. അപ്പോൾ രണ്ടും പഠിച്ചു വയ്ക്കാൻ മക്കളെ. CGSTയും SGSTയും വന്നാൽ നമുക്ക് CGSTയുടെ ഇൻപുട്ട് ക്രെഡിറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, CGSTയുടെ ഔട്ട്പുട്ട് ക്രെഡിറ്റ് വെച്ചും ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് IGSTയും വെച്ച് സെറ്റ് ഓഫ് ചെയ്യാം. SGSTയും തന്നെയാണ്, SGSTയും വെച്ച് സെറ്റ് ഓഫ് ചെയ്യാം, IGST വെച്ച് പറ്റും. പക്ഷേ IGST വന്നാലോ IGST മാത്രമേ വെച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഓർത്ത് വയ്ക്കാം. നമ്മൾ ഇൻകം ടാക്സിൻ്റെ സെറ്റ് ഓഫ് പഠിച്ച പോലെ തന്നെ ഇതും പഠിച്ചു വയ്ക്കുക. CGST വന്നാൽ CGSTയുടെ ടാക്സ് വെച്ചും IGSTയുടെ ടാക്സ് വെച്ചും സെറ്റ് ഓഫ് ചെയ്യാം. SGST വന്നാൽ അതുപോലെ തന്നെ SGSTയുടെയും വെച്ചും IGSTയും വെച്ച് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ IGST വന്നാൽ IGST മാത്രമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒന്ന് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത റിക്കവറി ഓഫ് ടാക്സ് ആണ്. റിക്കവറി ഓഫ് ടാക്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എങ്ങനെ നമുക്ക് ടാക്സ് അടച്ചില്ലെങ്കിൽ, GST അടച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് എങ്ങനെ ആ GST നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാം. ഒന്നില്ലെങ്കിൽ അതിൽ ഗുഡ്സ്, നമ്മൾ ഇൻകം ടാക്സ് പറഞ്ഞ പോലെ അതിൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും അയാൾക്ക് പൈസ വേറെ കൊടുക്കാനുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ അയാളുടെ പേരുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയോ മൂവബിൾ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് നമുക്ക് പൈസ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് ഇടപെട്ടുകൊണ്ട് നമുക്ക് പൈസ കളക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് റിക്കവറി ഓഫ് GST ടാക്സ് കേട്ടോ. അടുത്ത റീഫണ്ട് ഓഫ് ടാക്സ് ആണ്. റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ച GST എന്ന് പറയുന്നത് ശരിക്കും അടയ്ക്കേണ്ടതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കൂടുതലായിട്ട് എക്സസ് അടച്ച പൈസ നമുക്ക് റീഫണ്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ റീഫണ്ട് ചെയ്യണമെങ്കിൽ GST റീഫണ്ട് പ്രോസസ് റിക്വയർ ദ ടാക്സ് പെയർ ടു ഫോളോ എലോബറേറ്റ് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മുടെ ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ദ റീഫണ്ട് അണ്ടർ GST ക്യാൻ ബി ദ ക്യാഷ് ബാലൻസ് ഇൻ ദ ഇലക്ട്രോണിക് ക്യാഷ്. അതായത് GSTയുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നമ്മൾ എത്ര എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്തതിൽ ബാലൻസ് കിടക്കുന്നതെന്ന് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ITCയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ പൈസ റീഫണ്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക.
ഈ ലെഡ്ജറുകൾ പഠിച്ചു വയ്ക്കുക. ECL ഉണ്ട്. ആദ്യം ഇലക്ട്രോണിക് ലെഡ്ജറുകൾ നമുക്ക് ഓരോന്നും നോക്കാം. 3 ലെഡ്ജറുകളാണ് മെയിനായിട്ട് ഇൻകം ടാക്സ് നമ്മുടെ GSTയിൽ വരുന്നത്. GST പ്രകാരം 3 ലെഡ്ജറുകളാണ്. അതിലൊന്നാമത്താണ് ECL. ECL എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറാണ് കേട്ടോ. ചിലപ്പോൾ എക്സാമിന് ECL എന്നേ ഉണ്ടാവുള്ളൂ. ദിസ് ലെഡ്ജർ വിൽ സെർവ് ആസ് ഇലക്ട്രോണിക് വാലറ്റ്. ഒരു ഇലക്ട്രോണിക് വാലറ്റ് പോലെയാണ്. നമ്മുടെ സാധാരണ PayTMലൊക്കെ ഒരു വാലറ്റ് ഇല്ലെങ്കിൽ കുറച്ച് പൈസ നമ്മൾ ഇട്ടിട്ട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ അതിന് എടുക്കില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ടാക്സ് പെയർ വിൽ ഹാവ് ടു ഡെപ്പോസിറ്റ് മണി ഇൻ ടു ക്യാഷ് ലെഡ്ജർ. ഉണ്ടോ, ടാക്സ് അടയ്ക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാലറ്റിലേക്ക് നമുക്ക് കുറച്ച് പൈസ നമുക്ക് ആഡ് ചെയ്യാം. ആവശ്യമുള്ളപ്പോൾ നമുക്ക് അതിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാം. അതാണ് ECL. അടുത്ത ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ECRL എന്നായിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക. ECRL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ECRL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതിനകത്ത് ഒരിക്കലും ഇൻട്രസ്റ്റ് പെനാൽറ്റി ഒന്നും വരില്ല കേട്ടോ, അത് ഓർത്ത് വയ്ക്കുക. ഇനി ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ ഉണ്ട്. ലയബിലിറ്റി ലെഡ്ജർ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി, ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയുടെ മൊത്തം ടോട്ടൽ ലയബിലിറ്റി കാണിക്കുന്ന ഒരു ലെഡ്ജറാണ് ഈ ലയബിലിറ്റി ലെഡ്ജർ. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി എബോവ് ലെഡ്ജേഴ്സ് ആൻഡ് രജിസ്റ്റർ ഹാവ് ദ ഫോളോയിങ് സബ് ലെഡ്ജർ. ഇത് കൂടാതെ താഴെ പറയുന്ന സബ് ലെഡ്ജറുകളുണ്ട്. CGST, STST കൂടെ കുറച്ചല്ല. അടുത്ത ഡിമാൻഡ് ആൻഡ് റിക്കവറി ആണ്. ഡിമാൻഡ് ആൻഡ് റിക്കവറിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഡിമാൻഡ്സ് ക്യാൻ അറൈസ് ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന രീതിയിലാണ് ഡിമാൻഡ് ഉണ്ടാവുക. ഒന്ന്, നമുക്ക് കുറച്ചായിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കുകയോ റോങ് ആയിട്ട് റീഫണ്ട് ചെയ്യുകയോ ചെയ്താൽ അത് ഡിമാൻഡ്സ് ആണ്. ഒരു ടാക്സ് കളക്റ്റഡ് ബട്ട് നോട്ട് ഡെപ്പോസിറ്റ് വിത്തിൻ ദ സെൻട്രൽ. അതായത് ടാക്സ് കളക്ട് ചെയ്തു പക്ഷെ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തില്ല. ഇപ്പോൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ നമ്മൾ ടാക്സ് കളക്ട് ചെയ്തു പക്ഷേ എന്ത് ചെയ്തില്ല, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഗവൺമെൻറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും എന്താണ്, ഡിമാൻഡ്സ് ആണ്. ദ പ്രോപ്പർ ഓഫീസർ വിൽ ഇഷ്യൂ എ ഷോ കോസ് നോട്ടീസ് അലോങ് വിത്ത് എ ഡിമാൻഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഡിമാൻഡ് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ഒരു നമുക്ക് ഒരു ഇപ്പോൾ വീടിന് ആധാരമൊക്കെ വെച്ച് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് നോട്ടീസ് വരില്ലേ. യെസ്. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു ഡിമാൻഡ് ചെയ്യാണ്, ഇത്ര പൈസ അടയ്ക്കണം എന്ന് പറയുക ഡിമാൻഡ് ചെയ്യില്ല. അത് എപ്പോഴൊക്കെയാണ് എന്നുള്ള രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, കുറച്ച് ടാക്സ് അടയ്ക്കുകയോ റോങ് ആയിട്ട് റീഫണ്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ടാക്സ് അടയ്ക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ ഡിമാൻഡ് വരും. അതുപോലെ തന്നെ നമ്മൾ ടാക്സ് കളക്ട് ചെയ്തു പക്ഷേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അവിടെയും വരും. അതുപോലെ CGST, STST പെയ്ഡ് വെൻ IGST വാസ് പേയബിൾ ആൻഡ് വൈസ് വേഴ്സ. നമ്മൾ CGSTയോ STSTയോ അടച്ചു പക്ഷേ IGST അടയ്ക്കാനുണ്ടെങ്കിൽ അപ്പോഴും, അല്ലെങ്കിൽ നേരെ തിരിച്ചും വരാം കേട്ടോ. അത് CGST അടയ്ക്കാനുണ്ട് ബാക്കിയുള്ളതൊക്കെ അടച്ചു, അങ്ങനെ വന്നാലും അവിടെ ഡിമാൻഡ് റൈസ് ചെയ്യും. ഇനി GST പേയ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഫീച്ചേഴ്സ്, എങ്ങനെയൊക്കെ നമുക്ക് GSTയുടെ ടാക്സ് അടയ്ക്കാം എന്നുള്ളതാണ്. അത് കോമൺ പോർട്ടൽ വഴി നമുക്ക് എന്ത് ചെയ്യാം, അടയ്ക്കാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ ഒഫൻസസ് നന്നായിട്ട് പഠിച്ചു. GSTയിൽ വരുന്ന ഒഫൻസസ് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ എന്നാണ് അർത്ഥം. അതായത് GSTയിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരാൾ ലയബിളാണ് പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഒഫൻസാണ്. അതുപോലെ തന്നെ ഗുഡ്സ് ഓർ സർവീസസ് ഇൻവോയ്സ് ഇല്ലാണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്തു, അതായത് ബില്ലില്ലാതെ സാധനങ്ങൾ വിറ്റാൽ അത് കുറ്റകൃത്യമല്ലേ, അത് നമുക്കൊരു ഒഫൻസായിട്ട് പറയാം. അതുപോലെ ടാക്സ് പേഴ്സൻ്റെ GSTN നമ്പർ ഇല്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ നമ്പർ വെച്ചിട്ട് GSTയുടെ ബില്ലടിക്കുക, അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക, അതും തെറ്റായിട്ടുള്ള ഒരു ഒഫൻസാണ്. അതുപോലെ തന്നെ ഫാൾസ് ഫിനാൻഷ്യൽ റെക്കോർഡ്, അതായത് അക്കൗണ്ട് റെക്കോർഡുകളൊക്കെ എന്താണ്, ഫാൾസ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു, അതും എന്താണ്, കുറ്റകൃത്യമാണ്. അതുപോലെ ഫ്രോഡ് നടത്തിക്കൊണ്ട് റീഫണ്ട് ചെയ്തു, അപ്പോൾ അതും ഒരു കുറ്റകൃത്യമാണ്. ഇനി ടാക്സ് പെയർ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ എലിജിബിൾ അല്ല എന്നിട്ട് ചെയ്തു, അപ്പോൾ അതും എന്താണ്, ഒരു കുറ്റകൃത്യമാണ് കേട്ടോ. ഇനി ഓഡിറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ എക്സാമിനേഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പരിശോധിക്കുന്നതാണ് ഓഡിറ്റിൽ രണ്ടെണ്ണം ഉണ്ട്, സ്പെഷ്യൽ ഓഡിറ്റും ജനറൽ ഓഡിറ്റും നന്നായിട്ട് പഠിക്കുക. സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് കമ്മീഷണറോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഇന്നർ റാങ്കിനേക്കാൾ കുറയാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുക. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ജനറൽ ഓഡിറ്റ് പഠിക്കുക. ജനറൽ പർപ്പസിന് വേണ്ടി ഡീറ്റെയിൽ എക്സാമിനേഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ജനറൽ ഓഡിറ്റ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് TDSഉം TCS ആണ്. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ചില ഇൻകംസിന് നമ്മൾ TDS അടയ്ക്കണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലോട്ടറിക്ക് നമ്മൾ 30% ടാക്സ് അടയ്ക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു IT ലോ പ്രകാരം, ഇൻകം ടാക്സ് ലോ പ്രകാരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻകം നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിലോട്ട് നമ്മൾ ഇത്ര TDS അടയ്ക്കണം എന്നുള്ള TDS. TCS എന്ന് പറഞ്ഞാൽ ചില ഗുഡ്സിൻ്റെ കേസുകൾ, ഗുഡ്സുകൾ നമ്മൾ സപ്ലൈ ചെയ്യില്ലേ, അപ്പോൾ ബയ്യറുടെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ടാക്സാണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് ഇപ്പോൾ ജ്വല്ലറി, അതുപോലെ തന്നെ മൈൻസ്, ടിമ്പർ, ക്വാറീസിനൊക്കെ നമുക്ക് TCS വരുന്നുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. സാധാരണ TCS കളക്ട് ചെയ്യുന്ന താഴെ പറയുന്ന രീതിയിലാണ്. ആൽക്കഹോളിക് ലിക്കറിന് നമ്മൾ TCS കളക്ട് ചെയ്യുന്നുണ്ട് 1%, ടിമ്പറിന് 2.5%, സ്ക്രാപ്പിന് 1%, മിനറൽസ്, കോൾ, അയണിനൊക്കെ 1%. ഇതൊക്കെ TCSൽ വരുന്നതാണ് കേട്ടോ. TDSഉം TCSഉം ഫയലിംഗ് അതങ്ങനെ നോക്കണമെന്നില്ല. ഇൻസ്പെക്ഷൻ ഈ പറയുന്ന രീതിയിൽ പഠിച്ചേക്കുക. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്യില്ലേ,
യെസ്, അതാണ് ഇൻസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. നമ്മൾ അന്വേഷിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ടു ഫൈൻഡ് സംതിങ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് സെർച്ച് എന്ന് പറയുക. അതൊരു ലീഗലായിട്ടുള്ളൊരു ആക്ഷനാണ്. അത് ഒന്നില്ലെങ്കിൽ ടാക്സ് ഓഫീസറോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറിനോ ഈ സെർച്ച് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് ഒരു പ്ലേസോ ഒരു വ്യക്തിനെയോ ഒരു ഒബ്ജക്റ്റ് ഒരു വസ്തുവിനെയോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ സീഷ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് നോട്ട് ബീൻ സ്പെസിഫിക്കലി ഡിഫൈൻ. GSTയിൽ അങ്ങനെ പ്രത്യേകമായ രീതിയിൽ ഡിഫൈൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ലീഗലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ആക്ട് ഓഫ് ടേക്കിംഗ് ഓവർ സംതിങ്. അതായത് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കയ്യിൽ പിടിച്ചു വെക്കുക, അതിനെയാണ് സീഷ്വർ എന്ന് പറയുക. ഇനി അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഫൻസ്, അതായത് 132 സെക്ഷൻ പ്രകാരം എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു എന്ന് ഒരാൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അയാളെ നമ്മളത് ഇൻഫോം ചെയ്യണം, എന്ത് കാരണത്താലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് അതിനെ എന്ത് ചെയ്യണം, നമ്മളത് ഇൻഫോം ചെയ്യണം. ഇനി പെനാൽറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GSTയിൽ കൃത്യമായിട്ട് പെനാൽറ്റിക്ക് ഒരു ഡെഫിനേഷനൊന്നുമില്ല. എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള പണിഷ്മെൻറ്റിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, പെനാൽറ്റീസും ചുമത്തണം എന്നുള്ളതാണ് പെനാൽറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കളെ, ഇത്രയാണ് നമുക്ക് GSTയിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, പഠിച്ചിട്ട് അടിപൊളിയായിട്ട് ഫുൾ മാർക്കൊക്കെ വാങ്ങി വരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.